ഹലോ നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ മുട്ട ചേർക്കാത്തൊരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പ്ലം കേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. പക്ഷെ മുട്ട അലർജി ഉള്ളതുകൊണ്ടും അതല്ലെങ്കിൽ മുട്ട കഴിക്കാത്തത് കൊണ്ടും തന്നെ പ്ലം കേക്കേ കഴിക്കാണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു പ്ലം കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. മുട്ട ചേർക്കാത്ത പ്ലം കേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത ഉണക്കമുന്തിരിയും ഗോൾഡൻ ഉണക്കമുന്തിരിയും ക്രാൻബെറീസും പിന്നെ കുറച്ച് ബദാമൊന്നും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതും മുറിച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ളതുണ്ട്, മഞ്ഞയും ചുവപ്പും പച്ചയും. അത് മിക്സ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഉണക്കമുന്തിരി 2 50 ഗ്രാം വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം 40 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതേ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത്, നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതെടുക്കാം. ഈ ഒരു കേക്കിലേക്ക് 300 മുതൽ 350 ഗ്രാം വരെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞിട്ടല്ലെങ്കിൽ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതേ ഓറഞ്ചിന്റെ ജ്യൂസ് തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ഒരു 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ജ്യൂസിൽ കിടന്നിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇത് നമുക്കൊരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം, എന്നാലല്ലേ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പുറത്ത് നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയൊക്കെ വെച്ചിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടുതൽ സമയം പുറത്ത് വെച്ചാൽ ചിലപ്പോൾ നാശമായി പോവുക. അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഫ്രിഡ്ജിലൊരു 3 ദിവസം വരെയൊക്കെ ഇരിക്കും. ഇനി കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് എടുത്തിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സ്പൂൺ ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ കണ്ടില്ലേ, പാത്രത്തിന്റെ സൈഡിലായിട്ട് പഞ്ചസാര ഒരുക്കി വരുന്നുണ്ട്. ബ്രൗൺ കളർ കാണാൻ പറ്റുന്നില്ല. ഇതേപോലെ ബ്രൗൺ കളറായിട്ട് കാണാൻ തുടങ്ങുന്ന സമയത്ത് പാൻ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, പഞ്ചസാര ഒരുക്കി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. സ്പൂണിട്ട് ഇളക്കാൻ തന്നെ പകുതി പഞ്ചസാര സ്പൂണിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കും. ഉരുകാൻ തുടങ്ങിയ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോയാലോ. ഇപ്പൊ ഇത് മുഴുവൻ പഞ്ചസാര ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സ്പൂണിട്ട് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, മുഴുവൻ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് പതഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അധികം അങ്ങ് പുറത്തേക്ക് പൊട്ടിത്തെറിക്കില്ല. അതേസമയം പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണേ. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കട്ട പിടിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും ഒരുക്കാൻ വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ കാരമൽ സിറപ്പിന്റെ കളർ പോലെ ആയിരിക്കും കേക്കിന്റെ കളറും ഉണ്ടാവുക. അതുകൊണ്ട് കാരമൽ സിറപ്പ് പരമാവധി നല്ല ഡാർക്ക് കളറാക്കാനായിട്ട് നോക്കുക. എന്നുവെച്ചാൽ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേക്കിന് ഒരു കയ്പ്പ് രസമായിരിക്കും. ഇപ്പൊ ഇതൊരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തണുത്ത് വരട്ടെ. ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിന് നല്ലൊരു രുചി മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, ഒരു ചെറിയ കഷ്ണം ചുക്ക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഒരു 6 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് പഞ്ചസാരയുടെ കൂടെ അങ്ങ് കൂട്ടിയിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഇതിന്റെ പൊടിയാണുള്ളതെങ്കിൽ എല്ലാവരും 1/4 ടീസ്പൂൺ വെച്ച് എടുക്കാം. അപ്പൊ പിന്നെ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് മൈദയും ബേക്കിംഗ് സോഡയൊക്കെ അരിക്കുന്നതിന്റെ കൂടെ ഇട്ടിട്ട് അങ്ങ് അരിച്ചാൽ മതി. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ അരിപ്പ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം ഇതേപോലെ അരിച്ചെടുക്കണേ. അങ്ങനെയാകുമ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ
പൊടിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. കേക്ക് ഒരേപോലെ എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ടങ്ങ് പൊങ്ങി വന്നോളും. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പയെ കൂടെ തന്നെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയില്ലേ, പട്ടയും ഗ്രാമ്പും ജാതിക്കൊക്കെ ചേർത്തിട്ട് അതും കൂടി അങ്ങ് അരിച്ചെടുക്കാം. ഇത് ചുക്കാണ്, പൊടിയാതെ കിടന്നതാണ്, അതങ്ങ് മാറ്റിക്കളയാം. ഇത് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട് ആണ്. ഓറഞ്ച് ജ്യൂസിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം. അത് വേണമെങ്കിൽ അവസാനം മാവൊന്ന് ലൂസാക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഓറഞ്ച് ജ്യൂസ് അങ്ങ് മാറ്റി വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും. ചിലപ്പോൾ അടിയിലേക്ക് എല്ലാം ഒരുമിച്ച് അങ്ങ് താന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പോൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയില്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ വെള്ളം നനവൊക്കെ അങ്ങ് പോയി കിട്ടും. ഇതിലേക്കൊരു 25 ഗ്രാം കശുവണ്ടി ഇതുപോലെ ചെറുതാക്കി ഒന്ന് നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിന്റെ അടുത്തുണ്ടാകും. ഈ ഒരു കേക്കിലേക്ക് 300 മുതൽ 350 ഗ്രാം വരെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള തൈര് എടുക്കണേ, തണുത്തിരിക്കുന്നത് എടുക്കരുത്. ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പകുതി ഓയിലും പകുതി ബട്ടറും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓയിലും തൈരും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അതുപോലെ തന്നെ മൈദയും ബേക്കിംഗ് സോഡയൊക്കെ അരിച്ചു വെച്ചിരുന്നില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാരമൽ സിറപ്പും കൂടെ ചേർത്ത് വെക്കാം. ആദ്യം കരിച്ചു വെച്ചിരുന്ന പഞ്ചസാര അതും കൂടെ ചേർത്തിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് ഒരുപാട് ശക്തിയിൽ മിക്സ് ചെയ്തെടുക്കണ്ട. അവസാനമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിന്റെ സൈഡിലേക്കുള്ളതൊക്കെ വടിച്ചങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പാച്ചുല എടുക്കാം. എന്നിട്ടങ്ങ് ഫോൾഡ് ചെയ്തങ്ങ് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള കേക്ക് പോലെയല്ല, ഈ പ്ലം കേക്കിന്റെ ബാറ്റർ എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ടിരിക്കണേ, ഒരുപാട് ലൂസായി പോകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ടൊക്കെ താന്നു പോകില്ലേ, അതാണ്. കണ്ടില്ലേ, ഈ ഒരു ലൂസ് മതി. ഒഴുകി വീഴുന്നില്ല, പതുക്കെ ഇങ്ങനെ മുറിഞ്ഞാണ് വീഴുന്നത്. കണ്ടില്ലേ, നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് ഇല്ലേ, അത് ബാക്കിയുള്ളത് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒരു ടിന്നിലേക്ക് മാറ്റാം. ഇതൊരു 7 ഇഞ്ചിന്റെ ടിന്നാണ്. അതിനകത്ത് കുറച്ച് ഓയിലൊന്നും ആക്കിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിലും കേക്ക് അധികം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ കുറച്ച് പൊക്കത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുത്താലും മതിയേ. ഇനി ഇതങ്ങ് 2 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക്. ഒരു 5-6 കശുവണ്ടി നടുക്ക് പൊളിച്ചിട്ട് അത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും പകുതി മുറിച്ചിട്ടാണ് വെക്കുന്നത്. ഇനി കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത സാധാരണ ഒരു അലുമിനിയം പാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന ടിന്നങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും കേക്ക് ബേക്കായിട്ടുണ്ടാവും. കേക്കിന് നല്ലൊരു മണം വരികയാണെങ്കിൽ 45 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടങ്ങ് ബാക്കിയും കൂടെ അങ്ങ് വേവിക്കാം. ഇനി ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ഓവൻ. എന്നിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 45 മിനിറ്റ് വരെയൊക്കെ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ബേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 160ലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റും കൂടെ അങ്ങ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഓരോ ഓവൻ അനുസരിച്ചും
ടെമ്പറേച്ചറിലും ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. കേക്കിന് നല്ല മണം വരുന്നുണ്ട്. വെന്തോന്നൊന്ന് കുത്തി നോക്കാം. ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യണം. ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇനി ഒരു സ്ക്യൂറോ അതല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. സ്ക്യൂറിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് പതുക്കെ ഒരു കൈയിലേക്ക് അങ്ങ് തിരിച്ചു പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് പാത്രത്തിലൊന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും കേക്ക് നമുക്ക് കയ്യിലേക്ക് കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വെച്ചിരുന്ന ബട്ടർ പേപ്പറിലെ അതും അങ്ങ് എടുത്ത് മാറ്റാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. വേണ്ടില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട ചേർത്തുള്ള പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മാത്രം ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. 2 കേക്ക് നല്ലത് തന്നെയാണ് കേട്ടോ. എന്നാലും ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ മുട്ട ചേർത്തിട്ടുള്ള പ്ലം കേക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു കേക്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിലാണ്. അതിന് പകരം നല്ല ഉരുകിയ ബട്ടർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നോർമൽ ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. ബട്ടറും ബ്രൗൺ ഷുഗറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കി എടുക്കാം. ഈ ഒരു കേക്ക് കേടുകൂടാതെ ഒരാഴ്ച വരെയൊക്കെ പുറത്ത് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നാശമായി പോയി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക. പിന്നെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കാതെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. ഇവിടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.